വന്യമൃഗശല്യത്തിന് പരിഹാരമായി ഉപ്പുതറ കാക്കത്തോടിൽ അനുവദിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് ദിവസവും പ്രവർത്തനരഹിതമാകുന്നുവെന്ന് ആരോപണം. വൈകിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഫെൻസിംഗ് പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്. സാമൂഹ്യ വിരുദ്ധർ കമ്പികൾ കൂട്ടിക്കെട്ടുന്നതാണ് തിരിച്ചടിയാകുന്നത്. ഇത്തരക്കാരെ കണ്ടെത്താൻ ഫെൻസിംഗിനോട് ചേർന്ന് ക്യാമറ സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഉപ്പുതറ പഞ്ചായത്തിലെ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാവുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കാക്കത്തോട് മാക്കപ്പത്താൽ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ആധുനിക ഫെൻസിംഗ് ഉള്ളത്. സന്ധ്യയോടുകൂടിയാണ് ലൈനുകൾ ചാർജ് ചെയ്യുന്നത്. മിക്ക ദിവസങ്ങളിലും ലൈൻ ചാർജ് ആകാറില്ല. RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ലൈൻ പരിശോധിക്കാൻ എത്തുമ്പോൾ ലൈനുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരിക്കും. കെട്ട് അഴിച്ചുവിട്ടാണ് മിക്ക ദിവസങ്ങളിലും ചാർജ് ചെയ്യുന്നത്. സാമൂഹ്യ വിരുദ്ധരാണ് ലൈനുകൾ കൂട്ടിക്കെട്ടി ലൈനുകളുടെ പ്രവർത്തനം തടയുന്നത്. ആരാണെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ലൈനുകൾ കൂട്ടിക്കെട്ടുന്നത്. ഇത് എല്ലാ ദിവസവും കണ്ടെത്താനും കഴിയില്ല. അതിനാൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ വഴിയൊരുക്കുകയും ചെയ്യും. കാട്ടാനശല്യം രൂക്ഷമായ അടിസ്ഥാനത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കുകയും അതുമൂലം കാട്ടാനശല്യത്തിന് അറുതി വരികയും ചെയ്തു. അമ്പലക്കവണ മുതൽ മാക്കപ്പാത 2 ഏക്കർ സ്ഥലത്തെ കാട്ടാനശല്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ 2-3 പ്രാവശ്യമായിട്ട് ഈ ഫെൻസിങ്ങിലെ ലൈൻ വലിച്ച് എർത്താക്കുകയും അങ്ങനെ എറർ കാണിക്കുകയും ചെയ്തു. മിനിങ്ങാന്നും എറർ കാണിച്ചു. അങ്ങനെ വന്നപ്പോൾ അമ്പലക്കടവ് ഭാഗത്ത് ഒരിടത്ത് താഴോട്ട് ഉടക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. ഇന്നലെ ഇട്ട് കഴിഞ്ഞപ്പോൾ എറർ കാണിച്ചപ്പോൾ RRT ടീമിലുള്ള ആളുകളും നാട്ടുകാരും വാച്ചറും എല്ലാം കൂടി തപ്പിക്കഴിഞ്ഞപ്പോൾ മാക്കപ്പതാലിൽ ഇത് ഫസ്റ്റ് പോസ്റ്റ് തന്നെ ഉറക്കി വെച്ചിരിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു. ഒരു കാര്യമുണ്ട്, ഇത് ഇങ്ങനെ നിത്യസംഭവം പോകുന്നു. ആരാണെന്ന് അറിയാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. അടിയന്തരമായിട്ട് ഇത് അനുവദിച്ചാൽ ക്യാമറ സ്ഥാപിച്ചു. അതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ആരാണെന്ന് വിളിച്ചു കൊണ്ടുപോകണം. ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കാരണം വനത്തിൽ കയറി കഴിഞ്ഞാൽ പോലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഫെൻസിംഗ് ആണ് സാമൂഹ്യ വിരുദ്ധർ തകർക്കുന്നത്. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാറില്ല. വനപാലകരോടൊപ്പം നാട്ടുകാരൻ രംഗത്തിറങ്ങിയാണ് ലൈനുകൾ കൂട്ടിക്കെട്ടിയത് കണ്ടെത്തുന്നത്. ഫെൻസിംഗ് ചാർജ് ചെയ്തതിന് പിന്നാലെ സമീപവാസി ലൈനുകൾ കൂട്ടിക്കെട്ടിയിരുന്നു. ഇയാളെ കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥർ താക്കീത് ചെയ്ത് വിട്ടിരുന്നു. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ എല്ലാ ദിവസവും എന്ന പോലെ ലൈനുകൾക്ക് തകരാർ സംഭവിക്കുന്നത്. കുറ്റക്കാരായവരെ കണ്ടെത്താൻ ഫെൻസിംഗുകൾക്ക് സമീപം ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.